നമസ്കാരം. ഏവർക്കും എൻ്റെ നവവത്സര ആശംസകൾ. എല്ലാവരുടെ മനസ്സിലും സ്നേഹവും കരുണയും പരസ്പര വിശ്വാസവും നിറഞ്ഞു നിൽക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ കഥാവായനയിലേക്ക് പുസ്തക വായനയിലേക്ക് കിടക്കുകയാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു 4 കഥ വായിച്ചിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എന്തുകൊണ്ടോ സ്റ്റോപ്പായി പോയി. വീണ്ടും അത് മാറ്റി ഞാൻ ആദ്യം ഒരു കഥ വായിച്ചു. അപ്പോൾ ഒരു സംശയം കാരണം പോയി നോക്കിയപ്പോൾ വീണ്ടും മൊബൈൽ ഓഫായി. പിന്നെ അതൊക്കെ സെറ്റാക്കി ആദ്യം വായിച്ചു, ഒരു പേജ് വായിച്ച് നോക്കിയപ്പോൾ ദാ പിന്നെയും ഓഫായി പോയിരിക്കുന്നു. എന്തോ ഒരു ചെറിയ പ്രശ്നം. അതോടെ എനിക്ക് മതിയായി. പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി. അപ്പൊ ഇന്ന് ആദ്യം വായിക്കാൻ വന്നിരിക്കുകയാണ്. പുതുവത്സരമായിട്ട് ഇങ്ങനെ അബദ്ധമൊന്നും പറ്റില്ലേ എന്ന് കരുതിക്കൊണ്ട് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കഥ വായിക്കാൻ പോകുന്നു. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം ഡോക്ടർ ഗോപിനാഥ് പനങ്ങാടിന്റെ ഹാസ്യം ഗോപിനാഥം എന്ന നർമ്മ കഥകളാണ്, കൊച്ചു കൊച്ചു കഥകളാണ്. അപ്പൊ അടുത്ത കഥ ഭിഷഗ്വരൻ. വായിക്കുന്നു, കേൾക്കുമെന്ന പ്രതീക്ഷയോടെ. ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലം. എറണാകുളത്തേക്ക് പായുന്ന വേണാട് എക്സ്പ്രസിന്റെ ചെയർകാറിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടുമുട്ടുന്നു ചാക്കോച്ചൻ എന്ന മുൻകാല കോളേജ് സഹപാഠി കം ഹോസ്റ്റൽ സഹമുറിയനെ. ട്രെയിൻ നീങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഒരാൾ സംശയമുഖവുമായി എന്നെ തന്നെ നോക്കി അടുത്തേക്ക് വരുന്നു. ചാക്കോച്ചൻ എന്നെ കെട്ടിപ്പിടിച്ചു. പിന്നെ പിന്നിലേക്ക് കൈ കാണിച്ച് ഭാര്യയെ വിളിച്ചു വരുത്തി പരിചയപ്പെടുത്തി. റാണി, ഇവനെ മനസ്സിലായോ? ഇവനാണ് റേഡിയോയിൽ കൂടിയും പെണ്ണുങ്ങളുടെ മാസികകളിൽ കൂടിയും നമ്മളെ വധിക്കുന്ന ഘാതകൻ. ചാക്കോ പൊട്ടിച്ചിരിച്ചു. പടക്കം പൊട്ടുന്നത് പോലെയാണ് ചാക്കോയുടെ ചിരി. പണ്ടും ഇങ്ങനെയായിരുന്നു. ആദ്യം ഒരു വലിയ പടക്കം, തുടർന്ന് കുറെ ചെറിയ പടക്കങ്ങൾ. നീ കൊല്ലത്ത് വരുമ്പോ ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിൽ വരണം. വലിയ ആശുപത്രിയൊന്നല്ല, അമ്മായിയപ്പൻ സ്ത്രീധനമായി തന്ന ഒരു ചെറിയ ആശുപത്രി. വീണ്ടും പടക്കച്ചിരി. ചാക്കോ എന്റെ സമീപത്തിരുന്ന് വളരെ നേരം സംസാരിച്ചു. കോളേജിലെയും ഹോസ്റ്റലിലെയും ഞങ്ങളുടെ രസകരമായ ജീവിതാനുഭവങ്ങൾ. അത് ശരിയല്ലേ? നമ്മൾക്ക് നമ്മുടെ പഴയ സഹപാഠികളെ കാണുമ്പോൾ പ്രസന്റിലെ ചെറിയ കാര്യങ്ങൾ പറയും, കുട്ടികൾ എന്ത് പറയുന്നു അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടം പഴയ കാലം നമ്മുടെ ജീവിതങ്ങളാണ്. അതെന്നും നമുക്ക് അടുക്കടുക്കായി നമ്മുടെ മനസ്സിൽ നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പോ തുടർന്ന് വായിക്കുന്നു, കേൾക്കൂ. ചാക്കോ ഒരു അത്ഭുത മനുഷ്യനാണ്. 3-ാം ക്ലാസ്സിൽ BSc പാസ്സായ കക്ഷി കേരളത്തിന് പുറത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഡൊണേഷൻ സീറ്റിൽ ഒരു MBBS സീറ്റ് കരസ്ഥമാക്കുകയായിരുന്നു. പിന്നീട് ഉയർന്ന ബിരുദങ്ങൾ നേടി സ്പെഷ്യലിസ്റ്റ് ആയി കൊല്ലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചേക്കേറി. ആശുപത്രിയുടെ മുതലാളിയുടെ ഏക പുത്രിയെ കല്യാണവും കഴിച്ചു. ചാക്കോ റാണി ദമ്പതികൾ എന്റെ സമീപത്തിരുന്ന് ജീവിത വിശേഷങ്ങൾ പങ്കുവച്ചു. വടക്കോട്ട് പോകുന്ന ട്രെയിനുകൾ തെക്കോട്ടും, തെക്കോട്ട് പോകുന്ന ട്രെയിനുകൾ വടക്കോട്ടും തിരിഞ്ഞു നിൽക്കുന്ന ലോകത്തിലെ ഏക റെയിൽവേ സ്റ്റേഷനായ കൊല്ലത്ത് ദമ്പതികൾ ഇറങ്ങി. ഏറ്റവും അവസാനം ഉപയോഗിക്കാൻ ഞാൻ മനസ്സിൽ കരുതിയിരുന്ന അസ്ത്രം കയ്യിലെടുത്തു. ചാക്കോച്ച, പഴയ ചികിത്സാരീതി ഇപ്പോഴും രോഗികളിൽ പ്രയോഗിക്കാറുണ്ടോ? ചിന്ത ഒരു നിമിഷം ഭൂതകാലത്തിലേക്ക് പായിച്ച് ചാക്കോ പട്ടക്കം പൊട്ടുന്ന പോലെ ചിരിച്ചു. ആദ്യം വലിയ പൊട്ടൽ, തുടർന്ന് ചെറിയ പൊട്ടലുകൾ. ചിരിച്ചും വാതിൽക്കൽ നിൽക്കുന്ന എന്നെ തിരിഞ്ഞു നോക്കിയും നടന്നു നീങ്ങുന്ന ചാക്കോയോട് ചിരിയുടെ പിന്നിലെ രഹസ്യം ഭാര്യ ചോദിക്കാതിരിക്കില്ല. അതൊരു ഉപകഥയാണ്. കേട്ടു നോക്കിയാലോ? തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ സുവോളജി വിദ്യാർത്ഥികളായിരുന്ന ഞാനും ചാക്കോയും കോളേജ് കോമ്പൗണ്ടിൽ തന്നെയുള്ള മെയിൻ ഹോസ്റ്റലിൽ വാർഡർമാർ മര്യാദക്കാർക്ക് മാത്രം നൽകുന്ന റോഡിലേക്ക് ജനലുള്ള മുറിയിലായിരുന്നു താമസം. ഞങ്ങൾ മുറി വിട്ടതിന് ശേഷം ആ ജനൽ അടച്ചു ചുമരാക്കി. മര്യാദക്കാരല്ലാത്ത തല്ലിപ്പൊളികൾ ആരെങ്കിലും അവിടെ താമസിച്ച് റോഡിലേക്ക് നോക്കി കമന്റ് അടിച്ച് കാൽനടക്കാരികളെ ശല്യപ്പെടുത്തിയിരിക്കണം. ക്ലാസ് മുറികളിലും ലാബിലും അടുത്തടുത്ത സീറ്റുകളിലായിരുന്നു ഞങ്ങൾ. കോളേജ് വക കായലോരത്തെ തെങ്ങുകളിൽ നിന്ന് കരിക്ക് പ്രായം കഴിഞ്ഞുള്ള തേങ്ങ കിട്ടാൻ തുടങ്ങിയത് ചാക്കോ കോളേജ് വിട്ടതിന് ശേഷമായിരുന്നു എന്നാണ് ഐതിഹ്യം. അധികം പൊക്കമില്ലാത്ത തൈത്തെങ്ങുകളിൽ നിന്ന്
തേങ്ങ പറിക്കാൻ അരിവാൾ ഘടിപ്പിച്ച ഒരു തോട്ടി നിർമ്മിച്ച് ആരും കാണാതെ മറ്റൊരു തെങ്ങിന്റെ തലയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ച ഉയരമുള്ളവൻ ചാക്കോ. കരിക്കിനുള്ളിലെ മധുരവെള്ളം ചാക്കോയ്ക്കും മധുരക്കഴമ്പ് എന്നെ പോലുള്ള സഹായികൾക്കും എന്നതായിരുന്നു വ്യവസ്ഥ. അതങ്ങനൊരു കാലം. ഹോസ്റ്റൽ മെസ്സിലെ സഹ ഷെഫ് വാതരോഗിയായി. ഒരു കാലിന് ചെറിയ ഏന്തലുമായി ഒരു മാസത്തിന് ശേഷം അയാൾ തിരിച്ചെത്തിയപ്പോൾ ചാക്കോ അന്വേഷണവുമായി അടുത്തുകൂടി. നാട്ടിലെ ഒരു വൈദ്യന്റെ ചികിത്സയിലായിരുന്നു. പക്ഷെ കാര്യമായ കുറവൊന്നുമില്ല സാറേ. എടോ വേലായുധ, വാദത്തിനുള്ള ഏറ്റവും നല്ല ചികിത്സ ഇലക്ട്രിഫിക്കേഷൻ ആണ്. താൻ എന്റെ മുറിയിലേക്ക് വാ. ഇലക്ട്രിഫിക്കേഷൻ. മുറിയിലെത്തിയ വേലായുധന്റെ കയ്യിൽ രണ്ടായി പിരിഞ്ഞ ഒരു വയർ കൊടുത്ത് ഓരോ അറ്റവും തള്ളവിരലിൽ ചുറ്റാൻ പറഞ്ഞു. കറണ്ടടിപ്പിക്കാനാണോ സാറേ? വേലായുധന് പേടി. പേടിക്കണ്ട, ചത്തുപോകുകയൊന്നുമില്ല. ഒരു ചെറിയ തരിപ്പ് അത്രേ ഉണ്ടാവുകയുള്ളൂ. ഒറ്റ സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ വയർ ഊരി മാറ്റും. താൻ പേടിക്കാതെടോ. ചാക്കോ വയറിന്റെ മറ്റേ രണ്ട് അറ്റങ്ങളും സ്വിച്ച് ബോർഡിലെ ദ്വാരങ്ങളിൽ കയറ്റി. വേലായുധൻ കസേരയോടെ മറിഞ്ഞു. ഞാൻ ലൈബ്രറിയിൽ നിന്ന് വരുമ്പോൾ കുറെ പേർ ചേർന്ന് വേലായുധനെ ആശുപത്രിയിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. വേലായുധൻ 2 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു. ചാക്കോ കുട്ടനാട് പാടശേഖരങ്ങൾക്കിടയിലെ സ്വഭവനത്തിൽ ഒളിച്ചു താമസിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി. അതിനിടെ വേലായുധൻ മരിച്ചെന്നും പോലീസ് ചാക്കോയെ അന്വേഷിച്ച് ഹോസ്റ്റലിൽ എത്തിയെന്നും വേറെ ചില കുസൃതിക്കുട്ടുകാർ ചാക്കോയെ വിളിച്ചറിയിച്ച് പേടിപ്പിച്ചു. അവസാനം ചാക്കോയുടെ പിതാശ്രീ മകന്റെ റൂംമേറ്റായി എന്നെ കണ്ടപ്പോൾ വേലായുധന് കുഴപ്പമില്ലെന്നും ചികിത്സാ ചെലവ് കവർ ചെയ്യുന്ന എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സമാധാനിപ്പിച്ചു. അങ്ങനെ ആശ്വാസമാനസനായി ചാക്കോ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങളുടെ മുറിയുടെ വാതിലിൽ ഒരു ബോർഡ്. ഡോക്ടർ ചാക്കോ ജോർജ്, ന്യൂറോളജിസ്റ്റ്. ആരോ കടലാസിൽ സ്കെച്ച് പേന കൊണ്ട് എഴുതിയതാണ്. പഴയ സഹപാഠി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ഞാൻ പോക്കറ്റിൽ നിന്ന് ചാക്കോച്ചന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്തു നോക്കി. ഡോക്ടർ ചാക്കോ ജോർജ്, MD, ന്യൂറോളജിസ്റ്റ്. അങ്ങനെ കുസൃതി കുടുക്കിയായ ചാക്കോ യഥാർത്ഥ ജീവിതത്തിലും അദ്ദേഹം ഒരു നല്ല ന്യൂറോളജിസ്റ്റ് ആയിട്ട് മാറി ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നു എന്നാണ് ഈ കഥയുടെ അവസാനം മനസ്സിലായത്. അത് വലിയൊരു കാര്യമാണ് അല്ലേ? കൊച്ചിലെ നമ്മൾ പല കുറുമ്പുകളും കാണിക്കുന്നുണ്ടാവും. എങ്കിലും ഒരാളുടെ ജീവിതം വെച്ച് ഒരിക്കലും ഒരു കുസൃതിയോ കുറുമ്പോ കാണിക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കും എന്ന് കരുതുന്നു. അപ്പൊ ആ കഥ കഴിഞ്ഞു. അടുത്ത കഥ തേൻവരിക്ക. വായിക്കാണ്. കാർ ഓടിക്കുന്നതിനിടയിൽ എനിക്കൊരു ഫോൺ വന്നു. അടുത്തിരുന്ന സൗഭാഗ്യവതിയോട് ഫോൺ എടുക്കാൻ പറഞ്ഞ ശേഷം വാഹനം റോഡരികിലേക്ക് നീക്കി നിർത്തി. ഗുഡ് മോർണിംഗ് സർ, ഇത് ബോഗസ് മാട്രിമോണിയൽ ബ്യൂറോയിൽ നിന്നാണ്. 1-2 നല്ല പ്രൊപ്പോസൽസ് ഉണ്ട്. മോൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നില്ലേ? കക്ഷിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞു. അവളുടെ 2 കൊച്ചുങ്ങളാണ് ദേ പിന്നിലെ സീറ്റിൽ ഇരുന്ന് കളിക്കുന്നത്. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. അല്ല സർ, ഗോപിനാഥ് സർ അല്ലേ? അത് ഞാൻ തന്നെ. മാരേജ് കഴിഞ്ഞ വിവരം ഞങ്ങളെ സാർ അറിയിക്കാതിരുന്നതിനാലാണ് കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാതിരുന്നത്. സോറി സർ. സാറിന്റെ ഫാമിലിയിലോ പരിചയത്തിലോ ഉള്ള ആർക്കെങ്കിലും ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണേ. ധാരാളം നല്ല പ്രൊപ്പോസൽസ് ഉണ്ട്. വേണമെങ്കിൽ ഞാൻ അറിയിക്കാം. സംഭാഷണം കൂടുതൽ നീളാതിരിക്കാൻ ഞാൻ ഫോണിന്റെ കീഴ്വയറ്റിൽ ഒരു ഞെക്കി. എനിക്ക് വേണം. പിന്നിൽ നിന്നൊരു കൊച്ചു ശബ്ദം. നേരത്തെ പറഞ്ഞ സ്റ്റോറിയിലെ പേരക്കുട്ടി. കൊച്ചു വിചാരിച്ചു കാണും വല്ല കിൻഡർ ജോയ് മിഠായിയോ മറ്റോ ആണെന്ന്. എല്ലാവരും കൂടി ചിരിച്ചപ്പോ കൊച്ചു ചമ്മി മുഖം വീർപ്പിച്ച് പിൻവാങ്ങി. പിന്നിലേക്ക് തല തിരിച്ച് കൊച്ചിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തപ്പോൾ കൊച്ചു നോർമലായി. ഞങ്ങളുടെ യാത്ര ഒരു അമ്മായിയുടെ വീട്ടിലേക്കാണ്. ഒരു വെറും സൗഹൃദ സന്ദർശനം. ഇവിടെ ചക്ക പഴുത്ത് റെഡിയായിരിക്കുന്നു, വന്നാൽ തന്നുവിടാം. അമ്മായിയുടെ ക്ഷണം. ഞങ്ങളുടെ യാത്രോദ്ദേശം മനസ്സിലായല്ലോ. അത്ര കിട്ടിലൻ ചക്കയാണ് തേൻവരിക്ക. അവിടെ ചെന്നപ്പോൾ അതാ വരുന്നു ബ്രേക്കിംഗ് ന്യൂസായി ഒരു കല്യാണ വിഷയം.
അമ്മായിയുടെ മകളാണ് കക്ഷി, ഇൻഫോ പാർക്ക് ഉദ്യോഗസ്ഥ. രണ്ട് ആലോചനകളാണ് ലൈവായി അന്തരീക്ഷത്തിലുള്ളത്. ബന്ധുക്കളാണ്. ഒരാൾ ഡോക്ടർ, MD, രണ്ടാമൻ അഡ്വക്കേറ്റ്. ആരെ കല്യാണം കഴിക്കണമെന്ന് ഒരു തീരുമാനത്തിലെത്താൻ കുമാരിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് അമ്മായിയമ്മ ഞങ്ങളെ ചക്കക്കാര്യം പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വീട്ടിലേക്ക് ക്ഷണിച്ചത്. ചക്ക മാത്രമല്ല വിഷയം. അതുകൊണ്ട് പുത്രി പരിണയ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ യാദൃശികമായി അവിടെ എത്തിയ എന്നെ അമിക്കസ് ക്യൂറിയായി അമ്മായി നിയമിച്ചു. ചർച്ച ആരംഭിച്ചു. അമിക്കസ് ക്യൂറി: ഡോക്ടറല്ലേ കൂട്ടത്തിൽ നല്ലത് മോളെ? കുമാരി: എനിക്ക് വേണ്ട. എപ്പോഴും ആശുപത്രിയും രോഗികളും. ഒരു സിനിമയ്ക്ക് പോകാൻ കൂടി ആളെ കിട്ടുകയില്ല. അമിക്കസ് ക്യൂറി: നല്ല പ്രാക്ടീസ് ഉള്ള അഡ്വക്കേറ്റ് ആണെങ്കിൽ നല്ലതല്ലേ? കേറി കേറി ഭാവിയിൽ സുപ്രീം കോടതി ജഡ്ജി വരെ ആകാൻ ചാൻസ് ഉണ്ട്. കുമാരി: പഴയ കേസുകെട്ടുകൾ തുറക്കുമ്പോൾ എനിക്ക് തുമ്മൽ വരും, അലർജി. അങ്ങനെ രണ്ട് പ്രപ്പോസലുകളും തള്ളിപ്പോയി. അമിക്കസ് ക്യൂറി: മോൾക്ക് മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? കുമാരി ഉടനെ അകത്ത് പോയി ലാപ്ടോപ്പ് എടുത്തുകൊണ്ടുവന്ന് മാട്രിമോണിയൽ പേജ് തുറന്ന് എന്നെ കാണിച്ചു. ഇതാണ് എനിക്കിഷ്ടമായത്. സ്റ്റാർ ഹോട്ടലിൽ പാചക വേഷത്തിൽ നിൽക്കുന്ന ഷെഫ്. അമിക്കസ് ക്യൂറി: മോൾക്ക് ഇയാളെ പരിചയമുണ്ടോ? കുമാരി: പരിചയമൊന്നുമില്ല. ഇതാവുമ്പോൾ ഞാൻ വെറുതെ ഇരുന്നാ മതി. പലതരം വിഭവങ്ങൾ ആ ചേട്ടൻ ഉണ്ടാക്കി തരും. അടുക്കളയിൽ കയറുകയേ വേണ്ട. എന്തൊരു ദീർഘദൃഷ്ടി! ഇത്ര വലിയ ഡോക്ടറും അഡ്വക്കേറ്റും ഒക്കെ വന്നിട്ട് രക്ഷയ്ക്ക് ആളെ വേണ്ട. വേണ്ടത് നല്ലൊരു പാചകക്കാരനായ ഭർത്താവിന്. കൊള്ളാം അല്ലെ? അടുത്തൊരു കഥയും കൂടെ വായിക്കട്ടെ ഞാന്. ഇൻഷുറൻസ്. ഇനി അതെന്താ നോക്കാം. റോഡ് അരികിൽ ഒരു പുതിയ വീട് പണിയിച്ച് അതിന്റെ ഗേറ്റിന് മുമ്പിൽ കുറ്റിയടിച്ചതുപോലെ നിന്ന് അതിലേ പോകുന്ന പഴയ സുഹൃത്തുക്കളെയും അയൽപ്പക്കക്കാരെയും വിഷ് ചെയ്യുന്ന സന്ദർഭം. ഒരു സ്കൂൾ സഹപാഠിയുടെ മകൾ കുമാരി മുൻപിലെത്തി പുഞ്ചിരിയോടെ നിന്നു. മോൾ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ ജോലിയായോ? ഇൻഷുറൻസ് ഏജന്റ് ആണ്. എങ്ങനെയുണ്ട്? ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ടോ? കുറച്ചു പേരുണ്ട്. തുടർന്ന് കുമാരി ദൂരേക്ക് നോക്കി എന്നോടൊരു രഹസ്യം പറഞ്ഞു. സൈക്കിളിൽ വരുന്ന ആ കുമാരേട്ടന് സ്ഥലം വിറ്റ വകയിൽ കുറേ അധികം കാശ് കിട്ടി. ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്ന് പറഞ്ഞു ചെന്നിട്ട് പുള്ളി വീഴുന്നില്ല. കുട്ടി ധൈര്യമായിരിക്കും, ഞാൻ അയാളെ ചാക്കിലാക്കി തരാം. കുമാരൻ അടുത്തെത്തി. എന്നിട്ട് സ്നേഹത്തോടെ ഒരു കുശലാന്വേഷണം. സാറെന്താ ഇവിടെ നിൽക്കുന്നെ? നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടി വരുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കുട്ടിയെ ഒന്ന് സഹായിച്ചൂടെ? കുറെ പേരെങ്കിലും പോളിസി എടുത്താൽ അതൊരു വലിയ സഹായമാകും. കുമാരൻ വാഹനത്തിൽ നിന്നിറങ്ങി സ്റ്റാൻഡിൽ നിർത്തി. എന്നിട്ട് കുമാരിയോട് ഒരു ചോദ്യം. ഞാൻ ഇൻഷുറൻസിൽ ചേർന്നാൽ എനിക്ക് എന്ത് കിട്ടും? $1,000,000 ചോദ്യം. ചേട്ടനല്ലല്ലോ പ്രധാനമായും ഭാവിയിൽ ഗുണമുണ്ടാവുക കുടുംബത്തിനല്ലേ എന്ന് കുമാരി. എന്നുവെച്ചാ ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യയ്ക്ക് ഇൻഷുറൻസ് തുക കിട്ടും അല്ലേ? അവളിപ്പോ അങ്ങനെ സുഖിക്കണ്ട. മധ്യസ്ഥനായ ഞാൻ ചമ്മാതിരിക്കാൻ ശ്രമിച്ചു. കുമാരാ, ഇൻഷുറൻസിന്റെ പരസ്യം കണ്ടിട്ടില്ലേ? രണ്ട് ഉള്ളം കൈകൾ ഒരു നിലവിളക്കിനെ കെടാതെ സൂക്ഷിക്കുന്നത്. ആ നിലവിളക്കാണ് ജീവിതം. പെട്ടെന്ന് എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി സൈക്കിളിൽ കയറി കുമാരൻ ഒറ്റപ്പോക്ക്, പ്രകോപിതനായ പോലെ. സർ, നിലവിളക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പിന്നാമ്പുറ കഥയിലേക്ക് കുമാരി എന്റെ ശ്രദ്ധയെ ക്ഷണിച്ചു. ആ ചേട്ടൻ ഉള്ള കാശെല്ലാം ബിവറേജസ് ഷോപ്പിൽ കൊണ്ടുപോയി ജവാൻ അടിക്കുകയാണ്. ജവാൻ എന്ന് പറഞ്ഞ? ഈ സാറിന് ഒന്നും അറിഞ്ഞൂടാ. ജവാൻ എന്നത് ഒരു മദ്യത്തിന്റെ പേരാണ്. ഓ, അത് ശരി. മദ്യവിഷയത്തിലെ എന്റെ അജ്ഞത ഞാൻ വെളിപ്പെടുത്തി. വെറുതെയാണ്. സർക്കാർ സ്വന്തം ഡിസ്റ്റിലറിയിൽ വാറ്റി കുപ്പിയിലാക്കി തൊഴിലാളി സുഹൃത്തുക്കളെയും അതിഥി തൊഴിലാളികളെയും കുടിപ്പിച്ചു കിടത്തുന്ന ഈ തീ ദ്രാവകത്തെ പറ്റി അറിയാത്ത ഒരു കുഞ്ഞും സാക്ഷര കേരളത്തിലില്ല. ആ, എന്നിട്ട് എന്നിട്ട് ഒരു ദിവസം സന്ധ്യയ്ക്ക് കത്തിച്ച നിലവിളക്കുമായി ആ ചേട്ടന്റെ ഭാര്യ വരാന്തയിലേക്ക് വരുമ്പോൾ പുള്ളി മുണ്ടഴിച്ച് തലയിൽ കെട്ടി കാലുറയ്ക്കാതെ മുറ്റത്ത് നിന്ന് പാടുകയായിരുന്നു. അരിശം വന്ന ചേച്ചി ആ നിലവിളക്ക് എടുത്ത് ഒരൊറ്റ ഏറ്. തല പൊട്ടി കുറേ ദിവസം പുള്ളി ആശുപത്രിയിലായിരുന്നു.
സാറ് നിലവിളക്ക് എന്ന് പറഞ്ഞത് പുള്ളിക്ക് പിടിച്ചില്ല. ആ കഥ ഞാൻ സാറിനോട് പറഞ്ഞു കാണും എന്ന് സംശയവും ഉണ്ടായി. ഞാൻ നിലവിളക്കെന്നാണോ പറഞ്ഞത്? അതെ, സോറി, എനിക്ക് തെറ്റിയതാ. കുമാരി യാത്ര പറഞ്ഞു പിരിഞ്ഞു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ലോഗോ കൈക്കുമ്പിളിലെ കെടാത്ത ദീപമാണ്, നിലവിളക്കല്ല. ദീപം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുമാരൻ ചിലപ്പോൾ എന്റെ അഭ്യർത്ഥന കണക്കിലെടുക്കുമായിരുന്നു. എന്ത് ചെയ്യാൻ, അങ്ങനെ പറ്റിപ്പോയി. അങ്ങനെ എന്താണ് കഥയുടെ പേര്? ഇൻഷുറൻസ് കഥയും ഇവിടെ അവസാനിച്ചു. അടുത്ത കഥ ഇളനീർ കുഴമ്പേ. വായിക്കണോ? ഞാൻ കുറച്ച് മിനിറ്റ് വായിക്കാട്ടോ. അപ്പോ 3 കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, കേൾക്കണേട്ടോ. വീണ്ടും വരാം, കഥയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.